കൃഷിവകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഉളിക്കൽ, പായം, അയ്യൻകുന്ന്, ആറളം പഞ്ചായത്തുകളുടെ വനാതിർത്തിയിൽ നിർമ്മിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥന്റെ അധ്യക്ഷതയിൽ ചേർന്നത്. 2.20 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന വേലിയുടെ കരാർ കാലാവധി ഈ മാസം 30-ന് തീരും. 20.5 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കേണ്ട വേലിയുടെ പ്രവൃത്തി 9.5 കിലോമീറ്റർ മാത്രമാണ് പൂർത്തീകരിച്ചത്. 3 വർഷം മുൻപാണ് കരാർ നൽകിയത്. കരാർ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനം യോഗത്തിൽ ഉയർന്നതും. ഇതുവരെ 94 ലക്ഷം രൂപയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചത്. 30-നകം പ്രവൃത്തി പൂർത്തിയായില്ലെങ്കിൽ 1.24 കോടി രൂപ ലാപ്സാകും. 3 വർഷം മുൻപ് നിർമ്മാണ തുക മുഴുവൻ വനംവകുപ്പിന്റെ അക്കൗണ്ടിൽ കൃഷിവകുപ്പ് കൈമാറിയിരുന്നു. വനംവകുപ്പാണ് നിർമ്മാണം കെല്ലിന് കൈമാറിയത്. കെൽ മറ്റ് ഉപകരാറുകാർക്ക് കൈമാറി. ഈ മാസം 15-നുള്ളിൽ എല്ലാ സൈറ്റിലും നിർമ്മാണ വസ്തുക്കൾ എത്തിക്കുമെന്നും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും ഈ മാസം 22-നുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കെൽ പ്രതിനിധി യോഗത്തിൽ ഉറപ്പു നൽകി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അതാത് പഞ്ചായത്ത് അംഗങ്ങളുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കുന്നതിനും തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബോബി എണ്ണച്ചേരി, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് ടി മാത്യു, മനോജ് എം കണ്ടത്തിൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മേരി റജി, ജോസ് കുഞ്ഞുതടത്തിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിബോ അഗസ്റ്റിൻ, അനുപമ ജോസ്, ഷീൻ ജോസഫ്, ടോമി സൈമൺ, ബിന്ദു ഷാജി, ഇരിട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി സുനിൽകുമാർ, ട്രൈബൽ ഓഫീസർ എസ് ഷാഹിർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ആ ഫണ്ട് പോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഭാഗത്താണ് വീഴ്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കെല്ല് അതെടുത്തിരിക്കുന്ന സബ് കൊടുത്താൽ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്താണ് കൃത്യമായിട്ട് വീഴ്ച വന്നിട്ടുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായ രീതിയിൽ സഹകരിക്കുന്നുണ്ട്, വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അലംഭാവമാണ് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പോകാനായിട്ടുള്ള ഏക കാരണം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, അയ്യൻകുന്നിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മാത്രം തലയിലേക്ക് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. ഈ 20 ദിവസം കൊണ്ട് എങ്ങനെ ഏകോപിപ്പിച്ചാലും എങ്ങനെ ചെയ്താലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് തീർക്കുക. ഈ നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന പൈസ കൊണ്ട് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി ഇവിടെ നടന്നിരിക്കണം. അതിനകത്ത് ഞാനൊരു 15 ദിവസം കൂടെ കൂടുതൽ മാഡത്തോട് ചോദിച്ചത് തരാൻ പറ്റില്ല എന്ന് കട്ടായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 20 ദിവസം കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. പക്ഷേ ഈ കണ്ണൂരിൻ്റെ എസ്റ്റിമേറ്റിൽ ക്ലിയറൻസ് ഇൻക്ലൂഡഡ് അല്ല. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് തന്നാലേ നമുക്ക് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഫോറസ്റ്റ് നന്നായിട്ട് ഞങ്ങളിവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ തുടക്കത്തിൽ ക്ലിയറൻസ് കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഒട്ടും വർക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ ക്ലിയറൻസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് തരണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പലതവണ ലെറ്റേഴ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. DFOക്ക് പേരിൽ പല ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യലി മെയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നടപടികൾ ക്ലിയറൻസിൻ്റെ ഒരു നടപടി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ടാണ് ഈ ക്ലിയറൻസും നന്നായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർക്ക് നന്നായിട്ട് പുരോഗമിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും കോൺട്രാക്ടറെ വിളിക്കുകയും, അതായത് ഞാൻ പറയാം അതായത് ഫെബ്രുവരി ശരിക്കും മാർച്ചിനുള്ളിൽ ഈ വർക്ക് തീരുമാനം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ പല വീഴ്ച, അതായത് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കുറേ പ്രശ്നം ഞാൻ അന്ന് തൊട്ട് പറയാൻ തുടങ്ങിയ ഈ രീതി ചെയ്താൽ മാത്രമേ വർക്ക് തീരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തീരില്ല എന്ന് ഞാൻ അന്നേ പറയാം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ചെയ്തിട്ട് വർക്ക് തീർന്നിട്ടുണ്ടാവും, ഈ ഒരു ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും വീഴ്ച വരുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച 3 സ്ഥലത്ത് മെറ്റീരിയൽ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഒരു സ്ഥലത്ത് മെറ്റീരിയൽ ഇറക്കുക, ആ 2 സ്ഥലത്തെ മെറ്റീരിയൽ ഇറക്കിയിരുന്നെങ്കിൽ ഏത് മീൻസ് ഈ പോസ്റ്റും ഈ റോപ്പും ഇറക്കിയിരുന്നെങ്കിൽ അതിപ്പം ഈ കഴിഞ്ഞ വർക്കിൻ്റെ കൂടെ അതും കൂടി തീർന്നേനെ. അതിനുള്ള ഇത്രയും ആളുകളെ എനിക്ക് സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ആ ലൈന് വലിക്കാനുള്ള ആളുകൾ കൂടി സംഘടിപ്പിച്ചാൽ എനിക്ക് പറ്റുമായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ലൈന് വലിക്കാനുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ റെഡി ഉണ്ട്. ഇന്നലെയും കൂടി ഞാൻ അവരെ എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ഈ കാര്യം സംസാരിച്ചു, ഇതിൻ്റെ ഏത് രീതി ചെയ്യണം. പക്ഷേ അവരിപ്പോൾ വരാൻ റെഡിയാണ്. പക്ഷേ അവർ വന്നാൽ മെറ്റീരിയലുകൾ വേണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പറയാലോ, ഇനി ഒന്നും തീർന്നിട്ട് അടുത്തതിലേക്ക് പോകുമെന്നുള്ള പരിപാടി നടക്കില്ല. എല്ലാ സാധനവും ഒന്നിച്ച് പോകും. അതായത് ഇപ്പം തീർന്നിരിക്കുന്ന വർക്കുണ്ടല്ലോ, അതിനുള്ള മെറ്റീരിയൽ ഇറക്കുക, ആ പണി തീർക്കുന്നവരെ ഞാൻ അതിനുള്ള പണിക്കാരെ ഞാൻ സംഘടിപ്പിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരാം. പക്ഷേ സാധനം കൂടി എത്തണം. എല്ലാത്തിനും തീരില്ല. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ മാത്രമേ